ഹലോ ഇപ്പൊ പെരുന്നാളാണെന്ന് രാവിലത്തെ വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി പെരുന്നാൾക്ക് എടുത്ത പുതിയ പാന്റാണ് സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി നമ്മൾ കുപ്പായ ഇട്ടു പക്ഷെ കണ്ണാടിയിലൊക്കെ നോക്കിയാൽ മുടിയൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ നേരെ പള്ളിക്ക് പോവാണ്. കുറച്ച് ലേറ്റ് ആയി അവിടെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, പുറത്ത് നിസ്കരിച്ചു. ഇപ്പൊ ഇതാണ് നമ്മൾ പള്ളി. മേലെ സ്കൈ കാണാൻ അടിപൊളിയായിക്കണ്. വീഡിയോ നല്ല ലാഗ് ആയിക്കണ് കാരണം നമുക്ക് വെയ്യിന് കുറച്ച് ദിവസമായിക്കാണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല. പള്ളി പിന്നീട് നമ്മളെല്ലാരും കൂടിയാണ് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഞങ്ങൾ എല്ലാവരും റൂം പോയി. സുൽഫാക്കി സിറാജും ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോ ഗ്ലാസ് പായസം കുടിച്ചു. എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ കാലറീസ് കഴിക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അബു നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ നേരെ ഒരു റൂം പോയി. വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായി. എല്ലാവരും വരാൻ കാത്തുന്നു. സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. എല്ലാവരും വന്നു കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. എല്ലാവരും കൂടി ഒപ്പം കഴിക്കും. കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പായസം കുടിച്ചു. പിന്നെ തിരിച്ച് ജിമ്മിലാക്കി തന്നു. അപ്പൊ ഇനിയാണ് നമ്മളെ മെയിൻ സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ട്രിപ്പ് പോകാനാണ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് അൽബഹേക്കാണ്. അപ്പൊ ഈ ചൂടത്ത് രക്ഷപ്പെടുന്ന നേരെ തണുപ്പിൽ സ്ഥലത്തേക്ക് പോകരുത്. ജുനൈസ്കാരൊപ്പം നമ്മൾ പോകുന്നത്. ജുനൈസ്കാരെ കൂളിംഗ് ക്ലാസ് വെച്ചാൽ സെറ്റപ്പിൽ വന്നിക്കണ്. അത് നമ്മൾ യാത്ര പുറപ്പെട്ടു. ചുറ്റും മരുഭൂമിയാണ്. നമ്മൾ ജിദ്ദയിൽ നേരെ അൽബഹേ പോവാണ്. നമ്മൾ ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആണ് എടുത്തത്. പോകണമെങ്കിൽ ഒരു പള്ളി കണ്ടപ്പോൾ നമ്മൾ നിർത്തിയാണ് ഒള്ളൊക്കെ എടുത്താണ്ട് ലോറും കസറ നമ്മൾ ജമ്മു കസറയും നിസ്കരിച്ചു. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. കണ്ണ് ശരിക്കും തുറന്നാൽ നടക്കാൻ വയ്യ. അപ്പോൾ വീണ്ടും മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു. പോണ കുറെ കാഴ്ചകൾ കാണാൻ പറ്റി. ഇടക്ക് കുറെ ഒട്ടകത്തിനെ കണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തേക്ക് കുറെ മലകളുണ്ട്. വിശന്നപ്പോൾ നമ്മൾ ഷവായി ആയപോലെ റൈസും കഴിച്ചു. തേങ്ങാച്ചോറ് പോലത്തെ റൈസ് ഇവിടുന്ന് നമ്മൾ കഴിച്ചത്. പെരുന്നാളായ വേറെ കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ദിയൈൻ അല്ലെങ്കിൽ മാർബിൾ വില്ലേജ് എന്നൊക്കെയാണ് ഈ പ്ലേസിന് പറയാ. അവിടെ എത്തിയപ്പോൾ ശരിക്കും നമ്മൾ അന്തം വിട്ടുപോയി. കാരണം വാഴകൃഷി ഒക്കെ ഉണ്ടായി അവിടെ. നാട്ടിൽ കാണുന്ന പോലെ അതേപോലത്തെ മരങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറിയൊക്കെ ശരിക്കും ഒരു വീട് പോലെ തന്നെ വലിയൊരു കൊട്ടാരം പോലെയാണ്. പക്ഷെ ഒരു ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് ഇതേപോലെ വിൻഡോസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഉള്ളിൽ അടിപൊളി സെറ്റപ്പാണ്. സൈഡിൽ ഫുള്ള് കല്ലും മേലെ ഫുള്ള് മരമൊക്കെയാണ്. എന്തായാലും ഉണ്ടാക്കിയത് സമ്മതിക്കണം. കാരണം അത്രയും പെർഫെക്റ്റ് ആയി ഉണ്ടാക്കിയത്. എന്തായാലും ഓർമ്മക്ക് വേണ്ടി നമ്മൾ കുപ്പായ കൂടിയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പ് വരെ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ മേലക്കോണെച്ചാണ് വ്യൂവും അടിപൊളിയായി വരണി. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. നല്ല വൈബിങ് നല്ല അടിപൊളി കാറ്റും ഉണ്ടായിന്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു. കുപ്പായ കോഴിക്കാൻ പോസിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫിസിക്കിന്റെ പോസിങ് റൂട്ടീനും ചെയ്തു നോക്കി. പിന്നെ അവിടെ കാറ്റും കൊണ്ട് കുറച്ച് വർത്താൻ പറഞ്ഞിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിന്. ശരിക്കും ഹാപ്പി ആയി. കാരണം ഇടയ്ക്ക് മാത്രമേ നമുക്ക് ഇതേപോലെ വർക്കിന്റെ ഇടയിൽ കൂടെ ഇതേപോലെ റിലാക്സേഷൻ കിട്ടുള്ളൂ. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഒരിക്കലും അറിഞ്ഞു പോയിരിക്കാൻ പാടില്ല. കാരണം ഒറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പൊ നമ്മൾ പോകാൻ ടൈമായി. നമ്മൾ ഇറങ്ങാൻ പോകാൻ ഇവിടുന്ന്. എന്തായാലും ഈ ഒരു സ്ഥലം ഞാൻ ഒരിക്കലും മറക്കൂല. എന്തായാലും നമ്മൾ യാത്ര തുടർന്നു. ഇനിയാണ് നമ്മൾ ചുരം വരാൻ പോണത്. അപ്പൊ ഈ ചുരം കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ അൽബഹയിലെത്തും. അപ്പൊ സംഗതി ചുരമൊക്കെ ആണെങ്കിൽ നല്ല റോഡാണ്. അപ്പൊ ആ കാണുന്നൊക്കെ നമ്മൾ കയറാനില്ലാണ്. അത്യാവശ്യം നല്ലോണം കയറാനുണ്ട്. അതുകൊണ്ട് നമ്മൾ നടക്കൊന്ന് വണ്ടി നിർത്തിയിട്ടു. വണ്ടി ഒന്ന് ചൂടായിക്കോട്ടെ എഴുതി. ആ ടൈമോടെ നമ്മൾ നിസ്കരിച്ചും ചെയ്തു. കുറച്ച് വ്യൂ ഒക്കെ കണ്ടിരുന്നു. വീണ്ടും പുറപ്പെട്ടു. ആ സ്ഥലത്തെത്തി. നമ്മള് ലേറ്റ് എത്തുന്ന മരമൊക്കെ ഉണ്ട്. ഈലോ മഞ്ചേരിന്റെ അതേപോലത്തെ അയിലോ അൽബഹ എന്ന് പറഞ്ഞതൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല ടോപ്പിലാണ് നിൽക്കണം. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ഈ പാർക്ക് കയറാൻ പോവാണ്. പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇഷ്ടം പോലെ വണ്ടിയാണ് ഇനി. ഇപ്പൊ ഈ പാർക്കിന്റെ പേരാണ് റെഗ്ദാൻ പാർക്ക്. വണ്ടി പാർക്കിങ്ങിലിട്ടാണ് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പൊ തണുപ്പത്തോടെ പോയി ഇരിക്കുക എഴുതി. താഴത്തെ മാറ്റൊക്കെ വിരിച്ച് അവിടെ പോയി ഇരുന്നു. ഒരു കോഫിയും കുടിച്ചു. പിന്നെ പുല്ല് കണ്ടപ്പോൾ കുറച്ച് കാൽസിനസ് ചെയ്തൊക്കെ എഴുതി. അങ്ങനെ ഫ്രോക്ക് സ്റ്റാൻഡും ഹെഡ് സപ്പോർട്ട് ചെയ്ത് കാണാൻ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കി. വലിയ റിയാക്ഷൻസും കിട്ടിയില്ല. കുറെ തല കുത്തി വീണു. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് അങ്ങനെ തീർത്തു. അങ്ങനെ നമ്മളെ പായൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ പോണ ആദ്യമായിട്ട് നമ്മളൊരു നായിനെ കണ്ടു ഇവിടെ. പിന്നെ പള്ളിക്ക് നമ്മൾ നിസ്കരിച്ചു. രാത്രിയായപ്പോൾ നല്ല വിശപ്പ്. അപ്പൊ നമ്മൾ ഷവർമ ആയി കഴിച്ചു. ഭാഗ്യത്തിന് നമുക്ക് തപ്പി പിടിച്ച ഹോട്ടൽ കിട്ടി. അല്ലെങ്കിൽ കാർ കടന്നുറങ്ങേണ്ട അവസ്ഥയാണ് ഇനി. അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച റേറ്റിന് നമുക്ക് നല്ല റൂം കിട്ടി. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ടബും കണ്ടു. അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായി. അപ്പൊ നേരെ പോയി കടന്നുറങ്ങി. നാളെ കാണാം. ഓക്കെ ബൈ. യെസ്. അപ്പൊ ഒന്ന് നമ്മൾ ട്രിപ്പിന് ഡേ 2 ആണ്. രാവിലത്തെ നമ്മൾ കുളിച്ച് മാറ്റി ഫ്രഷ് ആയി കാണാൻ നമ്മൾ പമ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു പഴം കഴിച്ചു. അതേപോലെ നമ്മളൊരു വെള്ളം കുടിച്ചു. പിന്നെ ചീസ് പഫ്സും കഴിച്ചാൽ നമ്മൾ യാത്ര തുടർന്നു. നല്ല തണുപ്പൊക്കെയാണ് എല്ലാവരും ജാക്കറ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷൻ അൽനമാസ് ആണ്. അപ്പൊ പോണ വൈക്ക് നമ്മൾ സൗദിന്റെ കൊടിയൊക്കെ കണ്ടു. പിന്നെ കോഫിയും കുടിച്ചു. വീണ്ടും മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു. വൈക്കില് പള്ളി കണ്ട പാടൊക്കെ നിസ്കരിച്ചു. എന്നിട്ട് ഉറക്കം മതിയായിട്ടില്ല. അവിടെ നല്ല ക്ഷീണം ഉണ്ടായിന്. വിശന്നപ്പോൾ നമ്മൾ പോയിട്ട് ചിക്കൻ അതേപോലെ റൈസും കഴിച്ചു. ഒരു സ്പെഷ്യൽ ചമ്മന്തി ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റിയില്ല. അപ്പൊ സംഭവം ഒരു ബംഗാളി ഹോട്ടലിൽ ഇനി അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. പഴയ ഒരു പാലസ് ആണ് മാറ്റിയിട്ട് ഇപ്പൊ മ്യൂസിയം ആക്കി മാറ്റിയിരിക്കാൻ അവര്. അൽമഗർ മ്യൂസിയം കാണാനൊക്കെ ചൊറുക്കുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറിയൊക്കെ ഉള്ളിൽ ഫുള്ള് പുരാതന വസ്തുക്കളാണ്. പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്ത സാധനങ്ങളോ അതുപോലെ ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ രാജാവിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിന്. അപ്പൊ ഈ പാലസ് നല്ല ചൊറുക്കാണ് ഉണ്ടാക്കിയത്. എനിക്ക് 2 നില ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി നോക്കി. മേലിൽ ഇതേപോലെ തന്നെ പഴയ കുറെ സാധനങ്ങളായിന്. പക്ഷെ വെറൈറ്റി ആണ്. തോക്ക് അതുപോലെ കത്തി കണ്ടു. തോക്കാണ് ഫുൾ വെറൈറ്റി തോക്കാണ്. AK-47 പോലത്തെ തോക്ക് കണ്ടിന്. പിന്നെ കുറച്ച് മാലി വളകളൊക്കെ കണ്ടു. പിന്നെ റൂമിൽ ഫുള്ള് ഫോട്ടോസ് നോക്കിയിട്ടിന്. പിന്നെ പുറത്ത് കുറെ അവാർഡും ഉണ്ടായിന്. അപ്പൊ കാണാനെല്ലാം കണ്ടാണ് നമ്മൾ നേരെ ഇറങ്ങി അവിടുന്ന്. പുറത്ത് നല്ല മരം ഇരിക്കാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിന്. അപ്പൊ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം. അപ്പൊ ഇവിടെ നല്ല നൈസ് സെറ്റപ്പ് ആണ്. പിന്നെ അതിന്റെ സൈഡ് പോയപ്പോൾ നല്ല അടിപൊളി വ്യൂവും കണ്ടു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അവിടെ നിൽക്കുമ്പോൾ സൗണ്ട് കേട്ടു. അപ്പൊ പോയപ്പോൾ കുരകന്മാർ തല്ലൂടാണ്. ഓരോ ടീം വന്നോണ്ട് നിൽക്കാണ്. പിന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി. നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. നമ്മൾ വലിയൊരു ചുര ഇറങ്ങിയപ്പോൾ നമ്മൾ വണ്ടിന്റെ ബ്രേക്ക് പോയി. ഫോണിൽ ചാർജ് ഇല്ല, സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറെ നേരം വണ്ടി നിർത്തിയിട്ടു. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ താഴത്തെത്തി. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ട് നമ്മൾ മെല്ലെ പോവാണ്. ബൈക്കിൽ പള്ളിക്ക് നിസ്കരിച്ചു. അപ്പൊ പെരുന്നാളാണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അതുപോലെ നമ്മൾ ലേറ്റ് ആയി. അവിടെ
കട അടച്ചിട്ടുണ്ടാവും. ഭാഗ്യത്തിന് ഒരു കട തുറന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ലൈനറിന്റെ കട്ട വാങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തെ വർക്ക്ഷോപ്പ് കയറ്റി നന്നാക്കി. ഈ ഒരു കട്ടി വെച്ചിട്ട് നമ്മൾ ഇതുവരെ എത്തിയത്. ഇതിന് ഒരു തുള്ളി പോലും ബാക്കിയില്ല. എന്തായാലും ശരിയാക്കി. ഇനി നമുക്ക് പെട്ടെന്ന് പോവാം. അവിടെ നിന്ന് പൂച്ചക്കൂട്ടിനെ കണ്ടു, അതിനെ കളിപ്പിച്ചിരുന്നു. വണ്ടി എന്നാലും സന്തോഷത്തിൽ നമ്മൾ നേരെ പോയി ബ്രോസ്റ്റ് കഴിക്കാൻ പോയി. 3 ആൾക്കാരും കൂടി 2 ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു. അതും കഴിച്ച് നേരെ റൂം പോയി. 4 മണി നമ്മൾ എത്തിയപ്പോൾ ഇതിന് മറക്കാത്തൊരു യാത്രയായി പോയി. ഇതായിരുന്നു നമ്മൾ പെരുന്നാൾ വിശേഷം. ഓക്കെ, ബൈ.